നമസ്കാരം. ഇന്ന് രാവിലെ 7 മണി മുതൽ ഞങ്ങൾ സുഭാഷിതം ചാനലിൻ്റെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ വിശകലനവും സത്യം ഉള്ളതുപോലെ പറയും എന്നൊരു കാർഡിട്ടിരുന്നു. കൃത്യം 7 മണിക്ക് തന്നെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇന്ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് 43 കേന്ദ്രങ്ങളിലായി. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മാർവനസ് കോളേജ് 4-5 മാർവനസ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിരവധി മണ്ഡലങ്ങളുടെ എണ്ണുന്നുണ്ടാവും. ഇതുപോലെ 140 കേന്ദ്രങ്ങളിലല്ല എണ്ണുന്നത്. 43 കേന്ദ്രങ്ങളിലായി സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്ന പെട്ടികൾ പൊട്ടിക്കുകയും അത് സ്ഥാനാർത്ഥികളുടെയും ഇന്നേജൻറ്റുമാരുടെയും ഇന്നേജൻ്റ് എന്നാണ് പറയുന്നത്. ഇന്നേജൻറ്റുമാരുടെ സഹായത്താൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടായിരിക്കും. ഞാൻ പണ്ട് ഇന്നേജൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇന്നേജൻ്റ് ഉണ്ടായിരിക്കും. ഇന്നേജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ എല്ലാ പാർട്ടികൾക്കും ഓരോ ഇന്നേജൻറ്റുമാർ കാണും. അവരുടെ സാന്നിധ്യത്തിൽ പെട്ടികൾ തുറക്കും. പെട്ടികൾ തുറന്നാൽ കൃത്യം 8 മണിക്കായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 8 മണിക്ക് ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളായിരിക്കും. പരമ്പരാഗതമായി പോസ്റ്റൽ വോട്ടുകൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരിൽ സർവീസ് സംഘടനകളും മറ്റും കൂടുതലുള്ളത് ഇടതുപക്ഷത്തിനാണ്. പക്ഷേ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ചില വർഷങ്ങളിൽ UDFനും പോസ്റ്റൽ വോട്ട് കിട്ടിയ സാഹചര്യങ്ങളുണ്ട്. ചില മണ്ഡലങ്ങളിൽ UDFന് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലയിടത്ത് ലീഗിന് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. BJPക്കും പോസ്റ്റൽ വോട്ടിൽ കൂടുതൽ കിട്ടിയ വർഷങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പോസ്റ്റൽ വോട്ടാണ് ആദ്യം. പോസ്റ്റൽ വോട്ട് പക്ഷേ ഒരു വലിയ നിർണായകമായ വോട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് കയറി നിശ്ചയിച്ചളയും. പോസ്റ്റൽ വോട്ട് ആർക്കാണോ കൂടുതൽ പോകുന്നത് അതനുസരിച്ചായിരിക്കും അടുത്ത ട്രെൻഡ് കാണിക്കുന്നത്. ഈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ ഇലക്ഷൻ റിസൾട്ട് നോക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രെൻഡാണ് പ്രധാനം. അപ്പോൾ ഒരു 8 മണിക്ക് തുടങ്ങി 8:30, 8:10, 8:20, 8:30, 8:40 ഓരോ റൗണ്ടുകളായിരിക്കും എണ്ണുന്നത്. ഓരോ റൗണ്ടിലും ഓരോ പഞ്ചായത്തുകൾ കണക്കാക്കി ഓരോ ബൂത്തുകൾ കണക്കാക്കി എണ്ണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പാലക്കാട് എണ്ണുന്നു. പാലക്കാട് എണ്ണി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ശോഭാ സുരേന്ദ്രനും BJPക്കും വലിയ സ്വാധീനമുള്ള പ്രദേശ പഞ്ചായത്തുകളാണ് എണ്ണി വരുമ്പോൾ അവിടെ ഭയങ്കര വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലാതെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കവയ്ക്കുന്ന രീതിയിൽ അപ്പുറത്ത് കണ്ണാടി പോലുള്ള പഞ്ചായത്തുകളിൽ രമേശ് പിഷാരടിക്ക് വോട്ട് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തകർന്നു പോകും. അപ്പോൾ ഇതാ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ ബൂത്തുകളാണ് ഏതൊക്കെ പഞ്ചായത്തുകളാണ് എണ്ണുന്നത്, ഇനി എണ്ണാൻ കിടക്കുന്നത് എവിടെയാണ്, ആരുടെ ഏരിയയാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ പ്രശ്നം അതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഇപ്പോൾ ഏരിയൊക്കെ പറയുന്ന കഥ കഴിഞ്ഞു. കാരണം ആളുകൾ വ്യത്യസ്തമായി വോട്ട് ചെയ്യുകയും കൃത്യമായി മാറ്റം വരികയും ചെയ്യുകയാണ്. ഇവിടെ CPM ഇപ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ചെറിയ പ്രതീക്ഷയിൽ അവരുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. അതേസമയം ഗോവിന്ദൻ മാഷും സംഘവും AK സെൻറ്ററിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ, അതായത് ഒരു 10 മണിയോടുകൂടി കുറേ സീറ്റുകളെങ്കിലും കിട്ടി 70 സീറ്റ് 71 സീറ്റിൽ CPM വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ AK സെൻറ്റർ വളരെ സജീവമാവുകയും, അതേസമയം ഞങ്ങൾ ചൂട് കൊണ്ടാണ് പന്തലിട്ടത്, മുമ്പും ഞങ്ങൾ പന്തലിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന KPCC ഓഫീസിൽ ലഡുവും അതുപോലെ തന്നെ പായസവും എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. പോണ പോക്കൽ പായസം കുടിച്ചുകൊണ്ട് പോടാ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ടി വരുമോ? അതേസമയം മാരാർജി ഭവനിൽ കാവ്യ നിറത്തിലുള്ള ലഡുവാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ എത്ര പേരുടെ ജീവൻ ഹൃദയമായിരിക്കും ഇപ്പോൾ ഇടിക്കുന്നത്. ഇപ്പോൾ പണ്ടാര പറഞ്ഞ നമുക്ക് മുട്ട വച്ചാൽ അവിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. PV അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കപ്പെടും. KK രമ വടകരയിൽ KK രമയുടെ കാര്യം CP ജോൺ നിരവധി തവണ മത്സരിച്ചു. ഇപ്പോഴും കൂടി തോറ്റുപോയാൽ CP ജോണിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഗ്രാഫിൽ വലിയ കറുത്ത പൊട്ടായിരിക്കും വീഴുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്വതന്ത്രരായിട്ടുള്ള TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ മത്സരിക്കുന്ന TK ഗോവിന്ദൻ, പയ്യന്നൂരിൽ മത്സരിച്ച വ്യക്തി പറഞ്ഞു അദ്ദേഹം വെറുതെ മത്സരിച്ചതാണ്. എന്നാലും അറിയണമല്ലോ. അതുപോലെ കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന, കേരളത്തിലാകെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന G സുധാകരൻ അമ്പലപ്പുഴ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയ വാർത്തയാണ്. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ എടുത്താൽ അവരെല്ലാം ഞെട്ടിക്കുന്ന. അതുപോലെ സുരേഷ്, VS അച്യുതാനന്ദൻ്റെ PA ആയിരുന്ന സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുന്നു. മലമ്പുഴയിൽ പിന്നെ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ BJP കച്ചി തൊടുമോ എന്നുള്ള നിലം തൊടുമോ എന്നുള്ള വളരെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും നിതിൻ ഭവിജും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ BJP നേതാക്കളും JP നേതാക്കളും എല്ലാവരും നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. കാരണം BJP ഇവിടെ നിലം തൊടുമോ? അതേസമയം തൊട്ടടുത്ത സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ പോയാൽ TVK തമിഴ് വെട്രി കഴകത്തിൻ്റെ വലിയ മുന്നേറ്റമുണ്ടാകുന്ന, വിജയുടെ വലിയ മുന്നേറ്റമുണ്ടാകും. വിജയ് അട്ടിമറിക്കുമോ? തമിഴ്നാട് രാഷ്ട്രീയത്തെ വിജയ് അട്ടിമറിക്കുമോ? അല്ലെങ്കിൽ ADMK NDA സഖ്യം BJP സഖ്യം അവിടെ അധികാരത്തിൽ വരുമ്പോൾ 3 പേര് വരുമെന്നും, സ്റ്റാലിൻ വരുമെന്നും, TVK അട്ടിമറിക്കുമെന്നും
എൻ ഡി എ മുന്നണി അട്ടിമറിക്കുമെന്ന് 3 തരത്തിലുമുള്ള എക്സിറ്റ് പോളുകൾ വന്ന സ്ഥലമാണ് തമിഴ്നാട്. നേരെ നമ്മൾ പുതുച്ചേരി പോയാൽ പുതുച്ചേരിയിൽ എൻ ഡി എ മുന്നണി തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ സമാധാനപരമായി തിരഞ്ഞെടുപ്പെടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ വലിയ ആവേശമൊന്നുമില്ല അവിടെ. പുതുച്ചേരിയിൽ നിലവിലുള്ള മുന്നണി തന്നെ തുടരാനാണ് സാധ്യത. നമ്മൾ വങ്കനാട്ടിലേക്ക് പോയാൽ വളരെ മനോഹരമാണ് ബംഗാളിൻ്റെ കഥ. ബംഗാളിൽ വീണ്ടും മമതാ ബാനർജിയെ കടപുഴകി ഒഴുക്കുന്ന വലിയ ഒരു അട്ടിമറി വിജയത്തിലേക്ക് BJP പോകുമോ? 3 സീറ്റിൽ 2016 തുടങ്ങി 77 സീറ്റിൽ 2021 എത്തിയതിനു ശേഷം ഇപ്പോൾ 150 സീറ്റിലധികം പിടിക്കുമെന്ന് അമിത്ഷാ പറയുന്ന ആവേശം കാണുമ്പോൾ എന്താണ് ബംഗാളിൽ 297 സീറ്റ് വരുന്ന ബംഗാളിൽ 300 സീറ്റിനകത്ത് വരുന്ന ബംഗാളിൽ 150 സീറ്റ് പിടിച്ചാൽ തീർച്ചയായിട്ടും 300-നടുത്ത് വരുന്നുള്ളൂ, 300 300-നടുത്ത് വരുന്ന സീറ്റിൽ 150 സീറ്റ് പിടിച്ചാൽ അധികാരത്തിൽ വരും. സുവേന്ദു അധികാരി അധികാരത്തിൽ വരുമോ? ഇനി അത് കഴിഞ്ഞാൽ നേരെ ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ 5 സ്ഥലത്താണല്ലോ തിരഞ്ഞെടുപ്പ്. ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മാമ തന്നെ ജയിക്കും. അത് പിന്നെ വേറെ തർക്കമില്ല. വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം നേമം മണ്ഡലം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ BJPയുടെ വലിയ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിൽ BJP കളം തുറക്കുമോ? സുരേന്ദ്രൻ ജയിക്കുമോ? അശ്വിനി ജയിക്കുമോ? താഴോട്ട് വന്നാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ? പത്മജ വേണുഗോപാൽ ജയിക്കുമോ? നാട്ടികയിൽ ജയിക്കുമോ? മണലൂരിൽ ജയിക്കുമോ? അനീഷ് ജയിക്കുമോ? ഇങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ചാത്തന്നൂരിൽ കൊല്ലത്ത് ജയിക്കുമോ? തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങൾ കൃത്യമായി ജയിക്കുമെന്ന് പറയുകയും അതിൻ്റെ ആവേശത്തെ തിരയിളക്കത്തിലാണ് വി മുരളീധരൻ. കഴക്കൂട്ടത്തും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന കാര്യം കടമ്പള്ളി സുരേന്ദ്രൻ തന്നെ പറയുന്നു. അദ്ദേഹം 1000 വോട്ടിനെ ജയിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? 501 വോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വി മുരളീധരൻ ജയിക്കും. 1000 എന്ന് പറയുന്നിടത്ത് 1000-ൽ നിന്ന് 500 501 വോട്ട് പിടിച്ചാൽ ഇപ്പുറത്ത് വി മുരളീധരൻ ജയിക്കാൻ പറ്റും. അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി പിടിക്കുമെന്ന് പറയുന്നതിൻ്റെ പകുതിയും പിന്നെ കുറച്ച് വോട്ടും കൂടി ഇപ്പുറത്ത് പിടിച്ചാൽ മതി. എന്തായാലും മുരളീധരൻ വളരെ സജീവമായി എല്ലാ മരണ വീടുകളിലും പോയി സകല സ്ഥലത്തും വളരെ സജീവ സാന്നിധ്യമായി മുരളീധരൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കാട്ടാക്കടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? IB സതീഷ് തോറ്റുപോകുമോ? MR ബേജി ജയിക്കുമോ? നെയ്യാറ്റിൻകരയിൽ ശക്തൻ ജയിക്കുമോ? കോവളത്ത് വിൻസെൻ്റ് അട്ടിമറിക്കുമോ? വിൻസെൻറ്റിനെ അട്ടിമറിക്കുമോ? അങ്ങനെ വളരെ മനോഹരമായ, അതുപോലെ തന്നെ പേരാമ്പ്രയിൽ എന്തട്ടിമറി നടക്കും? ഇതെല്ലാം രസകരമായി കാണാൻ കുറച്ച് സമയം കാത്തിരിക്കുക. 8 മണിയോടുകൂടി നമുക്ക് ഓരോ റിസൾട്ടുകളും കിട്ടും. നിങ്ങൾ സുഭാഷിതം ചാനൽ, മറ്റ് പൊതു ചാനലുകളെല്ലാം കാണണം, മാധ്യമങ്ങളെല്ലാം കാണണം. പക്ഷെ ഞങ്ങളെയും നിങ്ങൾ കൃത്യമായി, ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളെയും കൂടി കാണുക. നമുക്ക് വീണ്ടും തുടരാം.